ഇനിയിപ്പോ ഇനി കോഡിംഗ് മേഖലയാണോ തിരഞ്ഞെടുക്കേണ്ടത്? സത്യത്തിൽ കോഡിംഗ് മാത്രം പഠിച്ചാൽ രക്ഷപ്പെടാന്നുള്ളതും ഒരു മിത്താണ്. കാര്യം നമ്മളിപ്പോൾ ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്. പുള്ളിൻ്റെ പേര് ഡെവിൻ എ ആണ്. പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ടീം പറയുന്നത് ആക്ച്വലി കോഡിങ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഡിങ്ങിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ ആരേ ഇങ്ങനെയുള്ള ഫോർമുല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യാം. സോ അത്തരത്തിലുള്ള കോഡിംഗ് ലാംഗ്വേജുകളെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലേക്കായിട്ട് മാറ്റുമെന്ന് പറഞ്ഞത്. ഡെവിൻ മാത്രമല്ല കേട്ടോ, ഗൂഗിളിൻ്റെ അതേപോലെ ഒരു സാധനമുണ്ട്, ഡ്യുവറ്റ് എ എന്ന് പറയും. പുള്ളി ഭയങ്കര പവർഫുള്ളാണ്. അതായത് നമ്മൾ ഒരു കോഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡിനെ ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നുള്ളത്. നേരെ റിവേഴ്സിലും നമ്മുടെ ലോജിക്ക് മാത്രം ഇംഗ്ലീഷിൽ ജസ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോഡാക്കി ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് നമ്മൾ കയ്യിൽ തരും. ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഒറ്റ കാര്യമാണ്, കോഡിങ്ങിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആർക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആവാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. യെസ് കറക്റ്റ്. അതായത് ബേസിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ഏതൊരാൾക്കും ഇനി കോഡിങ് ചെയ്യാൻ കഴിയും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തും. ഒരു റിപ്പോർട്ടിൽ ഇതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് ഏകദേശം 99% കോഡിങ് ടാസ്കുകളും AI വരുന്നതിലൂടെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോഡിങ് ചെയ്യാൻ ഇപ്പോൾ ഇതിൻ്റെ കോഡിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ 100 കോഡേഴ്സിൻ്റെ ആവശ്യം ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, സോ ഇത്തരം AI സാങ്കേതിക വിദ്യകൾ വരുന്നതോട് കൂടിയിട്ട് ഈ 100 പേരിൽ നിന്ന് അതിനകത്ത് ഏറ്റവും മികച്ചതായിട്ടുള്ള 10 പേരിലേക്ക് ജോബ് ചുരുങ്ങിപ്പോകും. മനസ്സിലായോ? സോ അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ 99%ലേക്കും ഇതിൻ്റെ ജോബുകളും AI വരുന്നതോടെ ഡിസ്റപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്.